രാവിലത്തെ പതിവ് വിശേഷങ്ങളൊക്കെ ഇന്ന് ചോദിക്കാൻ കുറച്ച് വൈകിപ്പോയി വിട്ടുപോയി, അതിന് ക്ഷമിക്കണം. കാരണം ഇന്ന് രാമായണ മാസാചരണത്തിൻ്റെ തുടക്കമായതുകൊണ്ട്, രാമായണ മാസം തുടങ്ങുന്ന കാര്യമായതുകൊണ്ട് ആ ലൈവ് സെറ്റ് ചെയ്യുന്ന പണിയിലായിരുന്നു നമ്മളെ ബാക്കി ടെക്നിക്കൽ ടീം, അർജുൻ അടക്കമുള്ള ആളുകളൊക്കെ അതിൻ്റെ ഒരു പണിയിലായിരുന്നു. അപ്പോൾ അവരെ കൂടെ കുറച്ച് സംസാരിച്ചൊക്കെ സമയം പോയതുകൊണ്ടാണ്. ഏതായാലും ഇന്നും അവധിയാണ്, മുഹറത്തിൻ്റെ അവധി ഇന്നാണ്. ഒരുപക്ഷെ ഈ മഴക്കാലത്ത് അങ്ങനെ ഒരു അവധി കിട്ടിയത് എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമാണ്. കാരണം മഴ കനത്ത് പെയ്യാണ് പലയിടത്തും, മഴക്കൊരു ശമനമൊന്നുമില്ല. ഒരാഴ്ച കൂടി 5 ദിവസം കൂടി മഴ ഉണ്ടാവും. കാരണം ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് മംഗലാപുരം വരെ മഴയുണ്ടാവുമെന്നാണ് പറയുന്നത്, കനത്ത മഴയുണ്ടാവുന്നു. അപ്പം കുറ്റിയാടി അടക്കമുള്ള താമരശ്ശേരി ഭാഗത്ത്, ജില്ലയുടെ മലയോര മേഖല, മുക്കത്ത്, ഇവിടെയൊക്കെ ഈ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ആപത്തിലേക്ക് ജില്ല പോയിട്ടില്ല, മലപ്പുറം കോഴിക്കോട് ജില്ല പോയിട്ടില്ലെങ്കിലും ആളുകൾക്കൊരു ആശങ്കയൊക്കെ ഉണ്ട്. കാരണം ഏത് സമയത്തും വെള്ളം കയറാവുന്ന സ്ഥലത്തുള്ള വീടുകളിലെ ആളുകളൊക്കെ തങ്ങളെ കിടപ്പാടും അവരെ വസ്തുവകളൊക്കെ കെട്ടി ഒരുക്കി ഏത് സമയം പോകുന്നുള്ള ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചക്കൊക്കെ ജില്ലയുടെ പല ഭാഗങ്ങളും വേദിയാവാണ്. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ പോനൂർ പുഴ കര കവിഞ്ഞൊഴുകിയ സമയത്ത് ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു. ഒരു വീടിൻ്റെ മുകളിൽ, വീടിൻ്റെ മേൽക്കൂര മാത്രമേ കാണൂ, അതിൻ്റെ മുകളിലൊരു നായ ഒറ്റപ്പെട്ടിട്ട് ദയനീയമായിട്ട് നിലവിളിക്കുകയാണ്, കരയാണ്. അപ്പോൾ അന്ന് കോഴിക്കോട് ഫയർ സ്റ്റേഷനിലെ അജിത് സാർ, അദ്ദേഹമാണ് വെളിമാട് വന്ന്, അദ്ദേഹം ഒരു ഡിങ്കി എന്ന് പറഞ്ഞ വാഹനമുണ്ട് ഇവർക്ക്, റബ്ബറിൻ്റെ, അതിൽ പോയിട്ട് ആ നായനെ കൂടി സുരക്ഷിതമായിട്ട് എത്തിക്കുന്ന ആ സമയത്ത് ആ ജീവിയുടെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. കാരണം ജീവൻ തിരിച്ച് കിട്ടുക, ചുറ്റുപാട് വെള്ളത്തിൽ അകപ്പെട്ടു പോയ ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ പ്രളയത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഭീകരതയൊക്കെ അനുഭവിച്ച ആളുകളാണ് നമ്മളെ വീട്ടിനടുത്ത് വെള്ളം കയറാറില്ലെങ്കിലും ഇതൊക്കെ അനുഭവിച്ച ആളുകളാണ്. അപ്പോൾ ഞാൻ മറ്റൊരു വിശേഷത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇന്നലെ കോഴിക്കോട് ജില്ല ഏറ്റവും വലിയ ചർച്ച ചെയ്തൊരു വാർത്തയാണ്. താമരശ്ശേരിയിൽ വെച്ചിട്ട് മൂഴിക്കൽ ചെറുവറ്റ സ്വദേശിയെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ ഫോളോ അപ്പ് വാർത്ത എങ്ങനെയാണ്? താമരശ്ശേരിയിൽ വെച്ച് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി. കോഴിക്കോട് ചെറുവറ്റ സ്വദേശി ഹർഷദിനെ ഇന്നലെ രാത്രി 9:30 വയനാട് വൈത്തിരിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹർഷദിനെ കണ്ടെത്താൻ താമരശ്ശേരി ഡിവൈഎസ്പി പ്രമോദിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് 15-അംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇയാളെ കണ്ടെത്തിയത്. അതേസമയം തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ 10-അംഗ സംഘമെന്ന് പോലീസ് പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട 2 പേർ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടെന്നും സൂചനയുണ്ട്. വാർത്ത കാണാം. താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അടിവാരത്തു നിന്നും മൂഴിക്കൽ ചെറുവറ്റ സ്വദേശിയായ മൊബൈൽ ഷോപ്പ് ഉടമ ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. ഹർഷാദിനെ ഇന്നലെ രാത്രി 10 മണിയോടെ അടിവാരത്തു നിന്നും പോലീസ് കണ്ടെത്തി. ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ 10-അംഗ സംഘമെന്ന് പോലീസ് അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് സൂചന. ഒരു ഇന്നോവയിലും ഒരു ഐട്ടൺ കാറിലും ഒരു മിനിലോറിയിലുമായി എത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ. ഹർഷദ് സഞ്ചരിച്ച കാറിന് മുന്നിൽ മിനിലോറി കുറുകെയിട്ട് തടസ്സം സൃഷ്ടിച്ചാണ് പിടിച്ചിറക്കിയത്. തുടർന്ന് ഹർഷദിനെ വൈത്തിരിയിലെ ഒരു റിസോർട്ടിൽ പാർപ്പിച്ചു. ഈ സ്ഥലം പോലീസ് കണ്ടെത്തും എന്ന് മനസ്സിലാക്കിയ സംഘം ഒരു കാറിൽ കയറ്റി ഹർഷദിനെ വൈത്തിരി ടൗണിൽ ഇറക്കി വിടുകയായിരുന്നു. അവിടെ നിന്നും KSRTC ബസ്സിൽ കയറി അടിവാരത്തെത്തി. അടിവാരത്ത് കാത്തുനിന്ന പോലീസ് ഹർഷദിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പ്രാഥമിക മൊഴിയും രേഖപ്പെടുത്തി. തട്ടിക്കൊണ്ടുപോയവർ വൈത്തിരിയിൽ ഇറക്കിവിട്ടെന്ന് ഉപ്പയെ ഹർഷദ് ഫോണിലൂടെ അറിയിക്കുകയായിരുന്നു. കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. മകനെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ഹർഷദിന്റെ മാതാപിതാക്കളും പ്രതികരിച്ചു. ഹർഷദിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ ഇന്നലെ വൈകിട്ടോടെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. താമരശ്ശേരി ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ഹർഷദിനെ തട്ടിക്കൊണ്ടുപോയവർ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞത്. സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെന്നും കൊട്ടേഷൻ സംഘം ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. രാത്രി മെഡിക്കൽ കോളേജിലെത്തി CT സ്കാൻ എടുത്തു. ഇന്ന് രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. പിന്നീട് ഹർഷദിനെ തെളിവെടുപ്പിനായി വൈത്തിരിയിലേക്ക് കൊണ്ടുപോകും. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.